ഞാൻ റാവുത്തർ, തമിഴ്നാട് ക്രൈംബ്രാഞ്ച്. സാറ് വരുന്ന വിവരത്തിന് മെസ്സേജ് ഇന്ന് കാലത്ത് കിട്ടി. അകത്തോട്ടിരിക്കാൻ സാർ. ഈ ഏരിയയിലൊക്കെ പണ്ട് ഞാൻ വന്നിട്ടുണ്ട്. എൻ്റെ അമ്മയുടെ വീട് പാലക്കാട് തത്തമംഗലത്താ, പാപ്പ തിരുനെൽവേലി. പുള്ളിക്കാരൻ മദ്രാസ് പോലീസിലായിരുന്നു. പഠിത്തം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു. ഓ, എന്തൊരു ചൂട്! സമ്മർ അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. മാധവ സാർ, സാറിന് കുടിക്കാൻ തണുത്തെന്തെങ്കിലും? മോര് കിട്ടൂ, നല്ല സംഭാരം. ഇളനീരിന് ആള് പോയിട്ടുണ്ട് സാർ. ഇളനീര് ബെസ്റ്റ്, പക്ഷെ മോര് കിട്ടിയാൽ തലയുടെ പെരുപ്പൊന്ന് മാറും. ഇന്നലെ ഒരു ഇത്തിരി കൂടി. എങ്കിൽ മോര് കൊണ്ടുവരാൻ സാർ. സാറ് വരുന്നു, വേണ്ട ഹെൽപ്പ് ചെയ്യണം. SP ഓഫീസിൽ നിന്ന് അത്രയും മെസ്സേജ് ഉണ്ടായിരുന്നുള്ളൂ. എന്താണ് കാര്യമെന്ന്? എനിക്ക് ഈ ലോക്കൽ ഒരു അഡ്രസ് തപ്പണം. അതിനു മുമ്പ് താമസിക്കാൻ ഒരു സ്ഥലം റെഡിയാക്കണം. വല്ല ഗസ്റ്റ് ഹൗസും മതി. PWD റെസ്റ്റ് ഹൗസ് ഉണ്ട്, പിന്നെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസും. ഓ, ഏതായാലും മതി. ഈ അഡ്രസ്? അത് ഒരു മഹേന്ദ്രൻ, ശ്രീമംഗലം വീട്, മനിശ്ശേരി. മഹേന്ദ്രൻ എനിക്കറിയാം സാർ കക്ഷി. അപ്പൊ കാര്യം ഈസിയായല്ലോ. എന്താ പ്രശ്നമൊന്നും പറഞ്ഞില്ല? ഒരു മർഡർ കേസ്. ഓ, തഞ്ചാവൂരിലെ ടെമ്പിൾ പ്രമിസസിൽ നടന്ന ഒരു കൊല. കൊല്ലപ്പെട്ടത് ഒരു മലയാളി. മഹേന്ദ്രൻ അതുമായിട്ടുള്ള ബന്ധം? അതറിയാനാണല്ലോ ഞാൻ വന്നത്. നമുക്കിറങ്ങാം. ആദ്യം ഗസ്റ്റ് ഹൗസ്, പിന്നെ ശ്രീമംഗലം. മഹേട്ടാ, അതെ മഹേട്ടാ, തമിഴ്നാട് ക്രൈംബ്രാഞ്ചിൽ നിന്ന് ഒരു DYSP വന്നിരിക്കുന്നു. മഹേട്ടനെ തിരക്കി. ഏതോ അമ്പലത്തിനകത്ത് എന്തോ കൊല നടന്നെന്നോ മറ്റോ പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. അയാൾ ഇപ്പൊ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. മാധവ, നീ നേരെ നമ്മുടെ കളപ്പുരയിലേക്ക് ചെല്ലേ. അവിടെ കിച്ചാമണി ഉണ്ടാവും, ലക്ഷ്മണനും. രണ്ടുപേരോട് ഇപ്പൊ വീട്ടിലേക്ക് പോകണ്ട, അവിടെ തന്നെ നിന്നോളം പറ. ഞാൻ വീട്ടിലേക്ക് പോവാ. എന്താ മഹേട്ട പ്രശ്നം? അതൊക്കെ പറയാം. മാധവൻ ചെല്ലേ. അപ്പോ നാട്ടിലെ കുട്ടിക്ക് പറയത്തക്ക ബന്ധുക്കളൊന്നുമില്ല അല്ലേ? ഇല്ല. ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്നവരെ? അത് ഒരകന്ന ബന്ധുവാ. ഒന്ന് ഉറക്കെ പറ, കേൾക്കുന്നില്ല. അകന്ന ബന്ധമുണ്ട്, അത്രേ ഉള്ളൂ. അയാൾ മരിച്ച വിവരം എപ്പോഴാ കുട്ടി അറിഞ്ഞത്? എനിക്കറിയില്ല. മരിച്ചുവോ? എങ്ങനെ മരിച്ചു? മരിച്ചു എന്ന് പറഞ്ഞാൽ കൊന്നു. ആര്? ആരോ? നിങ്ങൾ തഞ്ചാവൂരിൽ നിന്ന് പോകുന്നതിന്റെ പിറ്റേ ദിവസം രാത്രി. ഒരു കണക്കിന് ഈശ്വരാനുഗ്രഹം. ഒരു ഉപദ്രവം തീർന്നു കിട്ടിയില്ലോ ഈ കുട്ടിക്ക്. തഞ്ചാവൂരും വന്ന് കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഈ സുബ്രഹ്മണ്യം അല്ലേ? മുമ്പും പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് നാട്ടിൽ വെച്ച്. കുട്ടിക്ക് എന്തെങ്കിലും ഊഹമുണ്ടോ? ആരാവും ഈ സുബ്രഹ്മണ്യത്തെ കൊന്നത്? എനിക്കറിയില്ല. എനിക്കെങ്ങനെ അറിയാ? ശരി, കുട്ടി പോയിക്കോളൂ. പേടിക്കണ്ട, ഞങ്ങൾ പോലീസുകളുടെ ഒരു രീതിയായത്. പലതും ചോദിക്കും. എനിക്ക് നിങ്ങളുടെ ഗ്രാൻഡ് സൺ, എന്തായാലും പേര്? മഹി. യെസ്, മഹി. അയാളൊന്ന് കാണണം. പറമ്പിലുണ്ടാവും, ആളെ വിട്ട് വിളിപ്പിക്കാം. വേണ്ട, ഞാൻ പിന്നെ വന്ന് കണ്ടോളാം. മരിച്ചവൻ ഒരു റൗഡി. അവൻ ചത്തുകൊണ്ട് ഈ നാട്ടിൽ ആർക്ക് എന്ത് പ്രശ്നമാണ്? പക്ഷേ സംഗതി ഇപ്പൊ രാഷ്ട്രീയക്കാർ ഏറ്റെടുത്തില്ലേ? അവർക്ക് നല്ലൊരു കോളല്ലേ ഒത്തുകിട്ടിയിരിക്കുന്നത്. ക്ഷേത്രത്തിനകത്ത് കൊല, സെൻസേഷണൽ. ലോക്കൽ പോലീസ് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ക്ലോസ് ചെയ്ത ഫയലാ ദേ ഇപ്പൊ ക്രൈംബ്രാഞ്ചിന്. ഇനിയിപ്പോ പത്രക്കാരും രാഷ്ട്രീയക്കാരും കൂടി എന്റെ ഉറക്കം കെടുത്തും. വരട്ടെ. ഓ, മഹി വന്നൂലോ. ഹലോ. ഹലോ. എന്നെ മനസ്സിലായി കാണില്ല മഹിക്ക് അല്ലേ? എന്ന് വെച്ചാ മനസ്സിലായിന്നോ മനസ്സിലായില്ലെന്നോ? ഇല്ല. ഞാൻ തമിഴ്നാട് ക്രൈംബ്രാഞ്ചിൽ നിന്നാണ്. DYSP ഹമീദ് റാവുത്തർ. മഹി MBA കാരനല്ലേ? പിന്നെന്താ കൃഷിയൊക്കെ ആയിട്ട് കൂടിയത്? താല്പര്യം അത്ര തന്നെ. ഒരു മർഡർ കേസ് അന്വേഷിക്കാൻ വന്നത്. അന്ന് തഞ്ചാവൂരിൽ വെച്ചൊരു സുബ്രഹ്മണ്യമായിട്ട് കശവിശ ഉണ്ടായി അല്ലേ? അയാളെ ആരോ കൊന്നു. അറിഞ്ഞു. എങ്ങനെ അറിഞ്ഞു? അത് ഈ വീട്ടിലുള്ളവരൊക്കെ ഞാൻ പറഞ്ഞതിന് ശേഷമാണല്ലോ അറിഞ്ഞത്. മഹി മാത്രം അങ്ങനെ നേരത്തെ അറിഞ്ഞു? പത്രത്തിൽ വായിച്ചറിഞ്ഞതാ. ഏത് പത്രത്തിൽ? ദിനത്തന്തി. അതിന് തനിക്ക് തമിഴ് വായിക്കറിയാം? ഒരു കൂട്ടുകാരൻ വായിച്ചു പറഞ്ഞു. ഏത് കൂട്ടുകാരൻ? തമിഴ് അറിയാവുന്ന ഒരു കൂട്ടുകാരൻ. എന്നിട്ടെന്താ ആ വിവരം വേറെ ആരോടും പറയാതിരുന്നത്? അത് ആ കുട്ടിയെ വേണി അറിയിക്കണ്ടെന്ന് തോന്നി. വേണിയുമായിട്ട് എങ്ങനെ? ആരുമില്ലാത്ത കുട്ടിയല്ലേ? സാർ എന്താ ഉദ്ദേശിച്ചത്? അല്ല, അതീ തെറ്റൊന്നുമില്ല. കാണാൻ നല്ല ചന്തമുള്ള കുട്ടി. അപ്പോ ബന്ധു എന്നും പറഞ്ഞ ഇടയ്ക്ക് ഒരുത്തം വന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ അവനൊരു ശല്യമാവും. ശല്യം എന്നേക്കുമായി ഒഴിവാക്കുക. സുന്ദരിയായ ഒരു സാധു പെൺകുട്ടിക്ക് വേണ്ടി നമുക്ക് അത്രയൊക്കെ ചെയ്യാം അല്ലേ? തറവാട്ടി കാശുണ്ടെങ്കിൽ കേസിൽ നിന്ന് ഊരി പോരാനും ഒരു പ്രയാസവുമില്ല. എന്താ വഹി? ഞാൻ 2-3 ദിവസം കൂടെ ഉണ്ടാവും. നമുക്ക് ഇനിയും കാണേണ്ടി വരും. മഹിയേട്ടാ,
പാലക്കാട് നെല്ലെടുക്കാൻ വന്നൊരു കളപ്പരയിൽ കാത്തു നിൽക്കാ. മഹേണ്ണെ കാണാണ്ടായപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. പിന്നെ ആ വരണ വഴിക്ക് കോൺസ്റ്റബിൾ മാധവൻ കൈകൊണ്ട് കാലോണ്ട് എന്തൊക്കെ കാണിക്കണ്ടായിരുന്നു. ഞാൻ ട്രാക്ടർ നിർത്തിയില്ല, ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. ആരാ ഇവര്? ലക്ഷ്മണൻ, ഇവിടുത്തെ ജോലിക്കാരനാ. നമസ്കാരം. നല്ല തണ്ടും തടിയുണ്ടല്ലോ. വേണ ഇയാൾക്ക് ഒരാളെ തട്ടാം അല്ലേ മഹി? ഇയാളാരാ? ഇത് എന്റെ അനുജൻ. എന്ത് ചെയ്യുന്നു? ജോലിയായിട്ട് പുറത്താ. ഗൾഫിലാ? ഏയ്, കോയമ്പത്തൂരാ. ഉം. മഹേട്ടാ, ആരാത്? പോലീസ്, ക്രൈംബ്രാഞ്ച് DYSP. അയാൾ ആരാന്നാ പറഞ്ഞേ? അനുജൻ. ഓ, കുഴപ്പമായി മഹേട്ടാ? പിന്നല്ലാണ്ട് വാ. എന്താ മഹേട്ടാ പ്രശ്നം? നീ ചെന്ന നിലവരുടെ താക്കോലെടുത്തിട്ട് വാ. വേഗം ചെല്ല്. മഹേട്ടാ, അയാൾ ഇനിയും വരില്ലേ? വരും, വരട്ടെ. നീ കിച്ചാമണിയാണെന്ന് അയാൾക്ക് മനസ്സിലായിട്ടില്ല. തൽക്കാലം അയാൾ കണ്ടതിന്റെ അനുജനെയാ. കിച്ചാമണി ഇവിടെ വന്നിട്ടില്ല. അല്ല, അല്ലെങ്കിൽ തന്നെ അയാൾക്ക് നിന്നെ കുറിച്ചൊന്നും അറിയില്ലോ. അയാൾ വേണി തിരക്കല്ലേ വന്നത്. ഇനി എനിക്ക് രക്ഷപ്പെടാൻ പറ്റും തോന്നല്ല മഹേട്ടാ. ദാ നോക്ക്, തന്നെ പോലീസിന് നിയമത്തിനൊന്നും വിട്ടുകൊടുക്കില്ലാൻ തീരുമാനിച്ചതാ ഞാൻ. അതിനുവേണ്ടി പല കളികളും കളിക്കേണ്ടി വരും. ഇപ്പൊ ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ഇനി അഥവാ അയാൾ ഈ വീട് സെർച്ച് ചെയ്താൽ തന്നെ ഇതിനകത്ത് ഇങ്ങനെ ഒരു നിലവറയുണ്ടെന്ന് പുറത്തുനിന്ന് നോക്കിയാൽ തോന്നില്ല. വാ. വാ. തൽക്കാലം ഇവിടെ എവിടെയെങ്കിലും ഇരിക്കേ. എല്ലാവരും അന്വേഷിക്കില്ല എന്നെ. വേണിയും എന്തു പറയും? അപ്പ വായിൽ വരണത് അതെനിക്ക് വിട്. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ച് താൻ എന്നെ ടെൻഷനാക്കല്ലേ. അയാൾ തിരിച്ചു പോണത് വരെ ചിലപ്പോ 1-2 ദിവസം ഒക്കെ ശരിയാവും കിച്ച. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. കിച്ച, വിഷമിക്കണ്ട. ഇടയ്ക്കിടയ്ക്ക് ലക്ഷ്മണൻ വന്ന് നോക്കിക്കോളും. ഒന്നും ഉണ്ടാവില്ല. അപ്പോ മഹേന്ദ്രൻ അങ്ങനെ അനിയനില്ല എന്നാണ് മിസ്റ്റർ വിജയൻ പറയുന്നത് അല്ലേ? ഇല്ല, എന്റെ അറിവിലില്ല. മാധവനാണ് ആ കുടുംബവുമായി കൂടുതൽ അടുപ്പം. എന്താ മാധവ? സാർ അത് അനിയൻ എന്ന് പറഞ്ഞാൽ Say loudly. സാർ അങ്ങേർക്ക് അനിയനില്ല. ഉറപ്പാണോ? അതെ സർ. നിങ്ങൾക്ക് പോവാം മിസ്റ്റർ വിജയൻ. സാർ, ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഹെൽപ്പ്? താങ്ക്സ്. ഒന്നും വേണമെന്നില്ല. ഞാനിവിടെ വന്നിറങ്ങിയ ഉടൻ വളരെ സമർത്ഥമായി ആ വിവരം മഹേന്ദ്രനെ അറിയിച്ച ബിരുദന്മാർ നിങ്ങളുടെ സ്റ്റേഷനിലുണ്ട്. എനിക്ക് നിങ്ങളുടെ അത്തരം സഹായം മേലിൽ ആവശ്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്നവനാ എന്തിനും. കൂടെ 2 കോൺസ്റ്റബിൾസിനെ പോലും കൂട്ടാതെ ഞാൻ വന്നത് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് കൊണ്ടാ. എനിക്കറിയാം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്. യു ക്യാൻ ഗോ നൗ. സാർ, മാധവൻ നോടെ നിൽക്കൂ. മിസ്റ്റർ വിജയൻ, യു ക്യാൻ ഗോ. മഹേന്ദ്രൻ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? എന്താണ് സർ? ആരാ അവിടെ ഞാൻ കണ്ട ചെറുപ്പക്കാരൻ? എനിക്കറിയില്ല സർ. തനിക്കറിയാം. കമോൺ ടെൽ മീ. വകയിൽ ഏതെങ്കിലും അനിയനായിരിക്കും സർ. വകയിൽ അനിയനോ? അതെന്തനിയൻ പറയടോ. ആ, കിച്ചാമണി ആയിരിക്കും സർ. കിച്ചാമണി അതാരാ? എനിക്ക് കിച്ചാമണി ഒന്ന് കാണണം. ഇവിടെ ഇല്ല. എവിടെ പോയി? മഹേട്ടനോട് പറഞ്ഞിട്ടാ പോയത്. ഒരു ജോലിയുടെ കാര്യത്തിനാ. 2 ദിവസം കഴിഞ്ഞ് മടങ്ങി വരും. ഓ, രാവിലെ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? എന്താ പിന്നെ പെട്ടെന്നൊരു യാത്ര? അത് ഒരു പ്രൈവറ്റ് ഫേമിലാ. അതിന്റെ MD നാളെ ഫോറിൻ ടൂറിന് പോവാ. അതിനു മുമ്പ് ചെന്ന് കണ്ട ആ ജോലി അയക്ക് കിട്ടും. പെട്ടെന്നാണ് ഒരു ഫ്രണ്ട് വിളിച്ചു പറഞ്ഞത്. അപ്പൊ പിന്നെ 2:30 ട്രെയിൻ മിസ് ചെയ്യണ്ടെന്ന് കരുതി. ഇവരോട് പോലും പറയാൻ നിന്നില്ല. നാളെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമല്ലോ അല്ലേ. അപ്പോ കോയമ്പത്തൂർ ജോലിയുള്ള ഇയാളുടെ അനിയനോ? അതങ്ങനെ നാക്കില് വന്നു. സത്യത്തിൽ അയാൾ എനിക്ക് അനിയനെ പോലെയാ. വേണി അനിയത്തിയാവുമ്പോ അയാൾ അനിയനാവുമല്ലോ അല്ലേ വേണി? കുട്ടി പോയിക്കോളൂ. കോയമ്പത്തൂർ ജോലിയുള്ള അയാൾ എന്തിനാ വേറെ ജോലി അന്വേഷിക്കുന്നത്? കോയമ്പത്തൂർ ജോലി വിട്ടൂല്ലോ. അപ്പൊ പിന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ജോലി. കല്യാണത്തിന് മുമ്പ് ഒരു ഉദ്യോഗസ്ഥനാവണമെന്ന് അയാൾക്ക് വലിയ നിർബന്ധം. വേണിയുടെ അയാളുടെ കല്യാണം ഞങ്ങൾ തീരുമാനിച്ചു വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞതാ എന്റെ കൂടെ കൃഷിയിലൊക്കെ സഹായിച്ച് ഇവിടെ തന്നെ കൂടാന്ന്.
അയാൾക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാരല്ലേ സാർ? യെസ് യെസ്. മഹേ, ഒന്നിങ്ങോട്ട് വന്നേ. താൻ ആള് വിചാരിച്ച പോലല്ല. മിടുക്കനാ, മിടുക്കൻ. ഒരു സാധാരണ പോലീസ് ഉദ്യോഗസ്ഥൻ എന്താ ഈ സിറ്റുവേഷൻ ചെയ്യാന്നറിയോ? തന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോയി ചാടക്കും. ഞാനത് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ട് എന്നെ ഒരു ഓച്ചനായിട്ട് കരുതരുത്. സാർ, കള്ളം ചെയ്തും പറഞ്ഞും ശീലമില്ലാത്തവർ അതിന് ശ്രമിക്കുമ്പോൾ മുഖം ചതിക്കും. തന്റെ മുഖത്തുണ്ട് താൻ പറയുന്നത് ഒക്കെ കള്ളമാണെന്ന്. ആരെ രക്ഷിക്കാനാ താനീ കിടന്ന് ശ്വാസം മുട്ടുന്നത്? കിച്ചാമണിയായോ? അപ്പോ തനിക്കറിയാം ഞാൻ ഊഹിച്ചത് അല്ലേ? എന്ത് സാർ? തഞ്ചാവൂരിൽ വേണിയെ തിരക്കിച്ചെന്ന ചെറുപ്പക്കാരൻ അവൻ തന്നെയാണ് സുബ്രഹ്മണ്യത്തെ കൊന്നത്. ഇല്ല സാർ, അവൻ ആരെയും കൊന്നിട്ടില്ല. അത് തനിക്കെങ്ങനെ അറിയാം? അയാൾ അതിന് തഞ്ചാവൂര് പോയിട്ട് വേണ്ടേ? മഹി, ഇവിടെ വന്നിറങ്ങുമ്പോൾ ചില കാര്യങ്ങളെ എനിക്കറിയാമായിരുന്നുള്ളൂ, പിന്നെ ചില ഊഹങ്ങളും. പക്ഷേ താൻ എൻ്റെ ജോലി എളുപ്പമാക്കി. ഇനി എനിക്ക് ഒന്നേ ആവശ്യമുള്ളൂ, കിച്ചന്. എവിടെ കിച്ചൻ? കമോൺ ടെൽ മീ, വേർ ഈസ് ഹി? എനിക്കറിയില്ല. ഇനി കള്ളം വേണ്ട. താൻ എങ്ങോട്ട് മാറ്റിയവനെ? സാർ, സാർ അവൻ ലുക്ക്, സത്യം പറയിക്കാൻ ഒരുപാട് രീതികളുണ്ട് ഞങ്ങൾ പോലീസുകാർക്ക്. പക്ഷേ എൻ്റെ രീതി അതല്ല. ഞാൻ ഒരല്പം ഡിഫറൻ്റ് ആണെന്ന് കൂട്ടിക്കോ. അതുകൊണ്ടാണ് സബോർഡിനേറ്റ്സിനെ പോലും കൂട്ടാതെ ഞാൻ ഒറ്റയ്ക്ക് വന്നത്. ഇവിടെ ഞാനൊരു സീൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. വയസ്സായ തൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും പിന്നെ ആ പെൺകുട്ടിയും അവരുടെ കരച്ചിലും സെന്റിമെന്റ്സും അതിനൊക്കെ അപ്പുറം പേര് കേട്ട ശ്രീമംഗലം തറവാട്ടിലെ സന്തതിക്ക് ഒരു കൊലപാതകയെ ഒളിപ്പിച്ചതിനെ കിട്ടാവുന്ന ശിക്ഷയും നാണക്കേടും അതൊന്നും വേണ്ട. വളരെ ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ തീർക്കാം. താൻ ആ ചെക്കനെയും കൂട്ടി ഗസ്റ്റ് ഹൗസിലേക്ക് വന്നാൽ മതി. ഞാനവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ? ആ, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത് തനിക്ക് ആ ചെക്കനെ രക്ഷപ്പെടുത്താനുള്ള ഇടവേളയല്ല. അണ്ടർസ്റ്റാൻഡ്? അയാള് നമ്മൾ വിചാരിച്ചതിനൊക്കെ ഷാർപ്പാ. ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല. വയനാട്ടില് എന്റെ ഫ്രണ്ടിന്റെ ഒരു എസ്റ്റേറ്റ് ഉണ്ട്. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഉടനെ പുറപ്പെടണം. ലക്ഷ്മണൻ കൂടെ വരും. വാ. എത്ര നാളെ മങ്ങിട്ട ഞാൻ പിടികൊടുക്കാം. അതാ നല്ലത്. അല്ലെങ്കിൽ മഹേട്ടനും കൂടി ഇതില്. എന്റെ കാര്യം വിട്. തൽക്കാലം താൻ രക്ഷപ്പെടാം. മഹേട്ട പറയുന്ന അനുസരിക്കുക. വാ. മഹേട്ട, അയാള് വീണ്ടും എത്തിൻ്റെ DSP മുത്തച്ഛനായിട്ട് സംസാരിക്കണ്ട ഉമർത്ത്. ഗസ്റ്റ് ഹൗസിൽ വല്ലാത്ത മൂട്ടശല്യം. ഉറക്കം ശരിയായില്ലെങ്കിൽ എനിക്ക് ആകെപ്പാടെ അസ്കിതയാ. മഹിയെ ഫോണിൽ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് ക്ഷണിച്ചു, ഇവിടെ കൂടാന്ന്. ശ്രീമംഗലത്തെ അതിഥിയായിട്ട് ഒരു ദിവസം തങ്ങാന്ന് വെച്ചാൽ അതും ഒരു ഭാഗ്യ അല്ലേ മുത്തച്ഛ? അസൗകര്യമൊന്നും ആവില്ലല്ലോ അല്ലേ? ഏയ്, ആ, എവിടെ മഹി? ഇവിടെ ഉണ്ട്. ആ, ഞാൻ മുത്തച്ഛനോട് പറയായിരുന്നു താൻ എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച കാര്യം. ഏതായാലും നന്നായി. ഈ നാട്ടിലാണെങ്കിൽ ഗസ്റ്റ് ഹൗസ് അല്ലാതെ വേറെ ഒരു ഹോട്ടലും ഇല്ല അല്ലേ മഹി? മുത്തച്ഛൻ കിടന്നോളൂ, സമയം ഒരുപാട് വൈകി. ഓടുന്ന നായ്ക്ക് ഒരു മുഴം മുമ്പേ എന്നാണല്ലോ ചൊല്ല്. ഈ രാത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് മഹിക്കറിയാലോ. അപ്പോ ഞാൻ ഗസ്റ്റ് ഹൗസിൽ കിടന്നുറങ്ങിയാൽ ശരിയാവൂ? എന്തിനാ വെറുതെ റിസ്ക് എടുക്കുന്നത് അല്ലേ? എവിടെയാ എനിക്കൊരു മുറി? അല്ലെങ്കിൽ വേണ്ട, ഞാൻ ആ മാവിന്റെ ചൂട്ടി കിടന്നോളാം. ഒരു കട്ടിലും ബെഡ് സംഘടിപ്പിച്ചെന്നാ മതി. പുറത്ത് നല്ല മഞ്ഞുണ്ട് സാർ. മഞ്ഞല്ലേ ലക്ഷ്മണ? സാരമില്ല, ഐസ് വീഴ്ചയൊന്നുമല്ലല്ലോ. അപ്പോ മഹി, ഇന്ന് രാത്രി ഇങ്ങനെ പോട്ടെ. നമ്മൾ പറഞ്ഞതുപോലെ നാളെ രാവിലെ കിച്ചനെ താൻ കൊണ്ടുവരുന്നു എന്റെ മുമ്പിൽ. ഇല്ല സാർ, അതുണ്ടാവില്ല. കിച്ചനെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുക. വിട്ടുതരാൻ ഉദ്ദേശിക്കുന്നില്ല. ധൈര്യം. അപ്പൊ ധൈര്യം ഉണ്ട് ശ്രീമംഗലത്തെ മഹേന്ദ്രന് അല്ലേ? ഉണ്ട് സാർ, ശരിക്കും ഉണ്ട്. സാറ് പറഞ്ഞില്ലേ സാറിന്റെ രീതി ഡിഫറെന്റ് ആണെന്ന്. ശ്രീമംഗലത്തെ മഹേന്ദ്രന്റെ രീതിയും ഡിഫറെന്റാ. കിച്ചനെ സാറ് കണ്ടുപിടിച്ച് കൊണ്ടുപോ. ഒരു കട്ടിലെടുത്തിട്ട് ഓടാ സാറിന്. സുഖമായിട്ട് കിടന്നുറങ്ങട്ടെ.